ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, എന്നെ ശപിക്കരുത് നീ. എന്തിന് മാഡം? തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാശ് തന്നു. ഇനിയിപ്പോ ഞാൻ പിരിയേണ്ട സമയമാണ്. കൃഷ്ണമോൾ ഇവിടെ തിരിച്ചെത്തേണ്ട സമയമായില്ലേ? ഇതിൽ ഇത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു? കൃഷ്ണമോളെ അവര് വിടില്ല, നവീനും വിടില്ല. ഇത്രയ്ക്ക് ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടിയെ വേണ്ടെന്ന് വെക്കാൻ അവർക്ക് പറ്റുമോ? സിതാര മാഡത്തിനെ നിങ്ങൾക്കറിയില്ലേ. ഒരു കാര്യം തീരുമാനിച്ച അതവര് നടത്തിയിരിക്കും. കുറെ കാലം മുമ്പാണെങ്കിൽ അത് ശരിയാ തങ്കേച്ചി. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടറിയണം. കൃഷ്ണമോളോട് സിതാര മാഡത്തിന് എന്തൊരു സ്നേഹാണെന്നോ. സ്വന്തം മോൾക്ക് വേണ്ടി സിതാര മാഡം വാശി പിടിച്ചിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത് സത്യമാ. പക്ഷേ കൃഷ്ണയോടുള്ള സ്നേഹം കൊണ്ട് അവള് കളരിക്ക് തന്നെ നിന്നോട്ടെ എന്ന് സിതാര മാഡം തീരുമാനിച്ച തെറ്റു പറയാനില്ല. സിതാര മാഡം കൃഷ്ണയെ സ്നേഹിക്കും. അതങ്ങനെ വരൂ. അതെന്താ തങ്കം അങ്ങനെ പറഞ്ഞേ? കൃഷ്ണയോട് സിത്താര മേഡത്തിന് സ്നേഹം തോന്നാൻ വേറെന്തെങ്കിലും കാരണമുണ്ടോ? ഏയ്, ഞാൻ അതൊന്നും ഓർത്ത് പറഞ്ഞതല്ലേ. കൃഷ്ണമോളെ സിതാര മാഡത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. കളരിക്കൽ കുടുംബത്തിനെ കുറിച്ച് സിത്താര മാഡം ഇനി ചിന്തിക്കില്ല. എത്രയും പെട്ടെന്ന് ഗാതമോൾക്ക് ഒരാളെ കണ്ടെത്തി വിവാഹം ചെയ്തു കൊടുക്കും. അത് മിക്കവാറും തങ്കേച്ചി നോക്കിക്കും, വിദേശത്തുള്ള ആർക്കെങ്കിലും ആയിരിക്കും. കൃഷ്ണ കളരിക്കൽ ജീവിക്കുമ്പോ അതേ രൂപമുള്ള ഗാഥ നാട്ടിലുണ്ടാവുന്നത് പ്രശ്നമാണെന്ന് സിത്താര മാഡത്തിന് അറിയായിരിക്കുമല്ലോ. നീ അതിന് പ്ലാനും തയ്യാറാക്കിയോ സുനന്ദേ? ആലോചിക്കുന്നതുകൊണ്ട് എന്താ? ആലോചിക്കാൻ എളുപ്പ, നടന്നു കിട്ടാനാ പ്രയാസം. അതെ, തങ്കത്തിന് ഇപ്പോഴും പകുതി സംശയം നിൽക്കുക. നമുക്കൊരു കാര്യം ചെയ്താലോ? കൃഷ്ണയെ വിളിച്ച് നേരിട്ടങ്ങ് കാര്യം ചോദിക്കാം. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ വേവലാദ്യം കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും കൃഷ്ണ ഇപ്പൊ വിളിക്കണ്ട. പൂജയും ബഹളമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വിശ്രമിക്കുന്ന സമയോ. നാളെ രാവിലെ വിളിക്കാം. അത് പോരെ തങ്കേച്ചി? അത് മതി ഗോപാലെ. സർപ്പവേലിയുടെ അടുത്തേക്ക് പോവാതെ പൂജാമുറിയുടെ മുന്നിലിരുന്ന് നമുക്കൊക്കെ മനസ്സിന് ഇത്രയേറെ ക്ഷീണമുണ്ടെങ്കില് ആ അവസ്ഥയിലിരുന്ന് അവൾക്ക് എന്തായിരിക്കും? സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ. അവള് വിളിച്ചു പറയാൻ പോകുന്ന നല്ല കാര്യങ്ങൾ ഓർത്ത് നമുക്ക് സമാധാനമായിട്ടിരിക്കാം. ദൈവങ്ങള് കൈനീട്ടി അനുഗ്രഹിച്ചിട്ടുണ്ട് അവളെ. കൈവിടില്ല. ഹലോ. ആ മാഡം, എന്നോട് ക്ഷമിക്കണം. ഞാൻ മാഡത്തിനോട് പറഞ്ഞ വാക്ക് മറന്നതല്ല. എന്നെ വല്ലാതെ സ്നേഹിച്ചതിന്റെ പേരിലാണല്ലോ നവീൻ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്നറിഞ്ഞപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നവീന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഞാൻ ഇങ്ങോട്ട് വരരുതായിരുന്നു. എനിക്കറിയാം. ഇടയ്ക്ക് എപ്പോഴും ഞാൻ എന്റെ സ്ഥാനം മറന്നു പോയിട്ടുണ്ട്. എന്റെ അമ്മയോട് പറയുന്നത് പോലെ ഞാൻ പറയാം. ഞാനൊരു പെൺകുട്ടിയല്ലേ മാഡം? ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്നേഹം ഒന്നിച്ച് കണ്ടപ്പോ പറ്റിപ്പോയതാ. പക്ഷെ ഒക്കെ വെറും കിനാവാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോ എല്ലാ യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മാറിക്കോളാം മാഡം. അതിനുള്ള സഹനശക്തിയൊക്കെ
എന്റെ മനസ്സിനുണ്ട്. കുഞ്ഞുനാള് മുതല് എല്ലാം നിഷേധിക്കപ്പെട്ട കുട്ടിയായിരുന്നതുകൊണ്ട് ജീവിതത്തില് എന്ത് നിഷേധിക്കപ്പെട്ടാലും അത്രയ്ക്ക് സങ്കടമൊന്നും തോന്നില്ല. മാഡം പറഞ്ഞോളൂ, എപ്പോഴാ ഞാൻ പോവണ്ടേ? എപ്പോഴാ ഞാൻ വാക്ക് പാലിക്കണ്ടേ? നവീന്റെ കണ്ടീഷൻ ബെറ്റർ ആവട്ടെ. ഡിസ്ചാർജ് ആവുമ്പോ നവീനോടൊപ്പം കളരിക്കിലേക്ക് തിരികെ എത്തുന്നത് ഗാഥയായിരിക്കും. അതിനിടയിൽ കൃഷ്ണയ്ക്ക് പോവാം. ശരി മാഡം. മനസ്സ് കൈവിട്ടത് ഞാൻ പറഞ്ഞത് ഗാഥയോട് പറയരുത്. ഗാഥയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. എന്നെ പോലെ അല്ലല്ലോ. ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയിട്ടുള്ള കുട്ടിയല്ലേ. ശരി മാഡം. മോളെ, എന്നെ ശപിക്കരുത് നീ. എന്തിന് മാഡം? തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാശ് തന്നു. ഇനിയിപ്പോ ഞാൻ പിരിയേണ്ട സമയമാണ്. എനിക്ക് ഒരു വിഷമവുമില്ല. മാഡം ഫോൺ വെച്ചോളൂ. ഞാനെന്തൊരു മഹാഭാപിയാണ് സിനി. എന്തിന്റെ പേരിലായാലും കൃഷ്ണനെ പോലൊരു പെൺകുട്ടിയെ ഇങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, അറിയാതെ ചില നിമിഷങ്ങളിൽ അവളുടെ മനസ്സ് കൈവിട്ടു പോയിട്ടുണ്ടെന്ന്. അതവൾക്ക് നവീനോടുള്ള സ്നേഹമാണ്. സുമിത്ര കാണിച്ചു തന്നതല്ലേ. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേരെയാണ് പിരിക്കേണ്ടത്. മാം, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഗാഥ മാഡത്തെ നവീന്റെ ഒപ്പം അയച്ചാ അത് പ്രശ്നമാവില്ലേ?